ക്രിപ്റ്റോ ഇടപാടിലെ കള്ളക്കളികൾക്ക് ഇനി പിടിവീഴും, ചെയിൻ അനാലിസിസ് സ്വന്തമാക്കി കേരള പോലീസ്. ഈ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ന്യൂസിൻ്റെ കംപ്ലീറ്റ് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ക്രിപ്റ്റോ കറൻസി കൈമാറ്റം നിരീക്ഷിക്കാൻ ടൂൾ സ്വന്തമാക്കി കേരള പോലീസ്. ക്രിപ്റ്റോ കറൻസി വഴിയുള്ള സാമ്പത്തിക കൈമാറ്റം അറിയിക്കുന്ന നിരീക്ഷണ ടൂളായ ചെയിൻ അനാലിസിസ് ആണ് കേരള പോലീസ് സ്വന്തമാക്കിയത്. 45 ലക്ഷം രൂപയാണ് ഈ നിരീക്ഷണ ടൂളിന്റെ വില. ഇതോടെ പണം ക്രിപ്റ്റോയിലേക്ക് മാറ്റിയാൽ തിരികെ കിട്ടാത്ത സ്ഥിതിയിലേക്ക് മാറ്റം വരും. നിലവിൽ ഇഡിയും കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയും മാത്രമാണ് ഈ നിരീക്ഷണ ടൂൾ ഉപയോഗിക്കുന്നത്. ക്രിപ്റ്റോ ഇടപാടുകൾ നടത്തുന്ന കമ്പ്യൂട്ടറിന്റെയോ മൊബൈൽ ഫോണിന്റെയോ IP അഡ്രസ് ഈ ടൂൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. ഒരു ക്രിപ്റ്റോ വാലറ്റിൽ നിന്ന് മറ്റ് ക്രിപ്റ്റോ വാലറ്റുകളിലേക്ക് പണം മാറ്റിയാലും അവിടെ നിന്ന് രാജ്യത്തിന് പുറത്തുള്ള അക്കൗണ്ടിലേക്ക് മാറ്റിയാലും അതിനുപയോഗിച്ച മൊബൈൽ ഫോണിന്റെയോ കമ്പ്യൂട്ടറിന്റെയോ IP അഡ്രസ് വിലാസം ഈ നിരീക്ഷണ ടൂൾ വഴി കണ്ടെത്താൻ സാധിക്കും. ഇതിലൂടെ ക്രിപ്റ്റോ വിനിമയം നടത്തിയത് ആരാണെന്ന് ഇനി എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. കള്ളപ്പണം കണ്ടെത്താനുള്ള ഇഡിയുടെ പരിശോധന കർശനമാക്കിയതോടെ അനധികൃതമായി സമ്പാദിക്കുന്ന പണം കയ്യിൽ സൂക്ഷിക്കാതെ ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നത് വ്യാപകമായിട്ടുണ്ട്. ഇതിനെ സഹായിക്കുന്ന ഇടനിലക്കാർ കേരളത്തിലും സജീവമായി രംഗത്തുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. സോ ചെയിൻ അനാലിസിസ് എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമാണ്. അതായത് ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ക്രിപ്റ്റോ ട്രാൻസാക്ഷൻസ് കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാനും അതിലെന്തെങ്കിലും ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് എന്തിനൊക്കെയാണ്, ആരൊക്കെയാണ്, എങ്ങോട്ടൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ കണ്ടുപിടിക്കാനും ഈവൻ ഗവൺമെൻറ്റിനെ എല്ലാം ഹെൽപ്പ് ചെയ്യാനും അത്തരത്തിലൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ചെയിൻ അനാലിസിസ്. ചെയിൻ അനാലിസിസ് പോലെ ഇനിയും ഒരുപാട് ബ്ലോക്ക് ചെയിൻ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഇപ്പോൾ ആർക്കാം ഇൻ്റലിജൻസ്, അതേപോലെ ഗ്ലാസ് നോഡ്, അത്തരത്തിലുള്ള വേറെയും ഒരുപാട് ബ്ലോക്ക് ചെയിൻ അനലിറ്റിക്സ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഗവൺമെൻറ് യൂസ് ചെയ്തതുകൊണ്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻസ് എല്ലാം ട്രാക്ക് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന പോലെ പല കാര്യങ്ങളും പോസിബിൾ ആണോ? അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ പൈസ ക്രിപ്റ്റോ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് പൈസയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരിക്കലും പറ്റാത്ത രീതിയിൽ ആവും, അതായത് ഗവൺമെൻറ്റിനൊക്കെ ഫ്രീസ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പോസിബിൾ ആണോ? അതേപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻസ് ആക്ച്വലി ട്രാക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെഷനെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് അനോണിമസ് ആണ്, അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ. ഇതൊക്കെ കംപ്ലീറ്റ്ലി റോങ് ആണ്. ഇത് ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻസ് ഒക്കെ വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ, ഇത്തരത്തിൽ അനോണിമസ് ആയി ഇരിക്കാൻ പറ്റുമോ, അതേപോലെ ഇത്തരത്തിൽ ഗവൺമെൻറ് വാലറ്റ് കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്തത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആവശ്യമുള്ള ആളുകൾക്ക്. അതേപോലെ തന്നെ ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. സോ ഒന്നാമത്തെ ചോദ്യം, ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷൻസ് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷൻസും ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഒരിക്കലും അനോണിമസ് അല്ല, സ്യൂഡോണിമസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എല്ലാ ട്രാൻസാക്ഷൻസും പബ്ലിക്കലി വിസിബിൾ ആണ്. അതായത് നമ്മൾ നടത്തുന്ന ഓരോ ട്രാൻസാക്ഷൻസും എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും റിയൽ ടൈം ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന പബ്ലിക്കലി വിസിബിൾ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ലെഡ്ജറിലാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ ട്രാൻസാക്ഷൻസും എപ്പോൾ ആണെന്നുണ്ടെങ്കിലും ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ചെക്ക് ചെയ്യാം. അപ്പോൾ ഒരേ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മളിവിടെ ട്രാൻസാക്ഷൻ നടത്താൻ ഉപയോഗിക്കുന്നത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി അല്ല, പകരം ഒരു സ്യൂഡോണിമസ് ആയിട്ടുള്ള വേറെ ഒരു ഐഡിയ ആണ് എന്നുള്ള ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കിങ് ട്രാൻസാക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ നമ്മുടെ ബാങ്കിൽ നിന്ന് 1000 രൂപ വേറൊരാളുടെ ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മളവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ റിയൽ ആയിട്ടുള്ള KYC വെരിഫിക്കേഷനാണ്, അല്ലെ, നമ്മുടെ റിയൽ ഐഡൻറ്റിറ്റിയാണ്. ആ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ആ ഒരു ബാങ്കാണ്. ആ ഒരു ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ ഒരു ബാങ്കിൻ്റെ സെൻട്രലൈസ്ഡ് ലെഡ്ജറിലാണ്. ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് സെൻഡറായിട്ടുള്ള ഞാനും ആ റിസീവറായിട്ടുള്ള ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളും ഈ ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യുന്ന ബാങ്കും മാത്രമാണ് അറിയുന്നത്, അല്ല. ഈ ഒരു ട്രാൻസാക്ഷനെ കുറിച്ച് പബ്ലിക്കലി ഇത് ആർക്കും അറിയുന്നില്ല, ഞാൻ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ട്രാൻസാക്ഷൻ സേവ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബാങ്കിൻ്റെ ലെഡ്ജറാണ്, അതിലോട്ടും പബ്ലിക്കിന് ഒരു ആക്സസ് ഇല്ല. അത് കാരണം തന്നെ ഇതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനാണ്. പക്ഷേ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് ചെയിൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി എല്ലാ കാര്യങ്ങളും റിയൽ ടൈമായിട്ട് ആളുകൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അവിടെ റിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ആ ഒരു ബ്ലോക്ക് ചെയിനിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ള ഒരേ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ.
പക്ഷേ നമ്മൾ ഈ ഒരു റിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി പല കാര്യങ്ങളിലൂടെയും ആക്ച്വലി പബ്ലിക്കിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗവൺമെൻറ്റിനാണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള പോലീസിനാണെന്നുണ്ടെങ്കിലും ഈവൻ പബ്ലിക്കിനാണ് എന്നുണ്ടെങ്കിലും നമ്മുടെ റിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി പല രീതികളിലൂടെയും റിവീൽ ആവപ്പെടാം. അത് എങ്ങനെയൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത് നമ്മുടെ റിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി റിവീൽ ആവാനുള്ള ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മളൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യപ്പെടാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ ബ്ലോക്ക് ചെയിൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ട്രാൻസാക്ഷൻസും റിയൽ ടൈം ആയിട്ട് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് 8,77,881 ഈ ഒരു ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള കംപ്ലീറ്റ് ട്രാൻസാക്ഷൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ബ്ലോക്കിനകത്ത് ഈ കാണുന്നതെല്ലാം ഓരോരോ ട്രാൻസാക്ഷൻസ് ആണ്. ഈ ഒരു ട്രാൻസാക്ഷൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് ഇത് എത്ര രൂപയാണ് അയച്ചിരിക്കുന്നത്, $125 ഈ ഒരു വാലറ്റിൽ നിന്നും ഈ ഒരു 2 വാലറ്റിലോട്ടാണ് ഈ ഒരു ബിറ്റ്കോയിൻ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. ഈ വാലറ്റ് അഡ്രസ്സ് നമുക്ക് ബ്ലോക്ക് ചെയിനിൽ ഇതിനൊരു റിയൽ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അറ്റാച്ച് ചെയ്തിട്ടില്ല അല്ലേ. പക്ഷേ ഇത്തരത്തിലുള്ളൊരു വാലറ്റ് ഐഡൻറ്റിറ്റി ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകളിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ബൈനാൻസിന് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു യൂസറിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും അല്ലേ. അപ്പോൾ ഈ ഒരു വാലറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു വാലറ്റിനകത്ത് 2,48,597 ബിറ്റ്കോയിൻ ഉണ്ട്, $2.4 ബില്യൺ. അപ്പോൾ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് നമ്മൾ ബ്ലോക്ക് ചെയിനിൽ നോക്കുന്ന സമയത്ത് ഇതിലൊരു റിയൽ ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയോ കാര്യമോ ഒന്നും അറ്റാച്ച് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു വാലറ്റ് അഡ്രസ്സ് നമ്മളിപ്പോൾ അർക്കാം ഇൻ്റലിജൻസിൽ പോയി പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇമ്മീഡിയറ്റ്ലി കാണാൻ സാധിക്കും അത് ബൈനാൻസിൻ്റെ കോൾഡ് വാലറ്റ് ആണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാലറ്റ് ഐ ഡി ബൈനാൻസുമായിട്ട് അസോസിയേറ്റ് ആയത് കാരണം കൊണ്ടാണ് നമുക്കിത് ഈസി ആയിട്ട് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് പോലും ഇത്തരത്തിലുള്ള ഒരുപാട് വലിയ വാലറ്റുകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബ്ലാക്ക് റോക്കിൻ്റെ വാലറ്റിൽ എത്ര ഉണ്ട്, ഫിഡലിറ്റിയുടെ വാലറ്റിൽ എത്ര ഉണ്ട്, US ഗവൺമെൻറ്റിൻ്റെ വാലറ്റിൽ എത്ര ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെ. അപ്പോൾ ഒരു എക്സ്ചേഞ്ചുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ആയിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്മൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ, ഈ ഒരു വാലറ്റ് ഐ ഡി എൻ്റെയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ അത് ഈസി ആയിട്ട് പബ്ലിക്കിന് എക്സ്പോസ് ആവാനുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതോറിറ്റീസിനെല്ലാം എക്സ്പോസ് ആവാനുള്ള സാധ്യത വളരെ ഈസിയാണ് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് ഇനിയിപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് യൂസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ ബിറ്റ്കോയിൻ വാങ്ങിച്ചു, ആ വാങ്ങിയ ബിറ്റ്കോയിൻ നമ്മൾ ഒരു ഹാർഡ്വെയർ വാലറ്റിൽ സ്റ്റോർ ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് വാലറ്റിൽ, ഒരു ട്രസ്റ്റ് വാലറ്റ് പോലുള്ള ഒരു സെൽഫ് കസ്റ്റഡി വാലറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്തു എന്നുണ്ടെങ്കിലും നമ്മളവിടെ അനോണിമസ് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണ്, നമ്മൾ മാത്രം ഒരു പ്രൈവറ്റ് വാലറ്റ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് അയക്കുന്ന ആളുകളും നമ്മൾ സെൻഡ് ചെയ്യുന്ന, നമ്മൾ ട്രാൻസാക്ട് ചെയ്യുന്ന ആളുകളും മേ ബി ബൈനാൻസ് യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ മറ്റുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു $10,000 കൊടുത്തിട്ട് വേറൊരാളുടെ കയ്യിൽ നിന്ന് ബിറ്റ്കോയിൻ വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരാൾ ഈ ഒരു $10,000 ബിറ്റ്കോയിൻ എൻ്റെ വാലറ്റിലോട്ട് അയച്ചു എന്നുണ്ടെങ്കിൽ മേ ബി അയാൾ അയച്ചിരിക്കുന്നത് ചിലപ്പോൾ ബൈനാൻസിൻ്റെ വാലറ്റിൽ നിന്നായിരിക്കും, ബൈനാൻസിൽ നിന്ന് വിഡ്രോ ചെയ്തതായിരിക്കും അല്ലേ. അപ്പോൾ ഈ സെൻഡറിൻ്റെ ഐഡൻറ്റിറ്റി അവിടെ ഓൾറെഡി റിവീൽ ചെയ്ത കാരണം കൊണ്ട് തന്നെ എന്നെ കണ്ടുപിടിക്കാൻ, അതായത് എൻ്റെ വാലറ്റിൽ, ഈ ഒരു വാലറ്റിൽ ഹോൾഡ് ചെയ്യുന്ന ബിറ്റ്കോയിൻ അത് എൻ്റെയാണോ ആരുടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. ഇതിലോട്ട് എവിടെ നിന്നാണ് വന്നത്, ആ വാലറ്റ് അഡ്രസ്സിൻ്റെ KYC ചെക്ക് ചെയ്താൽ അയാളെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഇത് എനിക്കാണ് സെൻഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അതേപോലെ തന്നെ ഇത് ബാക്ക്വേർഡും ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ ഈ ഒരു $10,000 ബിറ്റ്കോയിൻ വേറൊരാൾക്ക്, റിസീവർക്ക് അയച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു ആൾ നമുക്കൊരു അഡ്രസ്സ് അയച്ചു തന്നു. അപ്പോൾ ആ ഒരു അഡ്രസ്സിലോട്ട് ഞാൻ ബിറ്റ്കോയിൻ അയക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഒരു കോയിൻ ബേസിൻ്റെ അഡ്രസ്സാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ക്രാക്കൺ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വസിറക്സിൻ്റെ എക്സ്ചേഞ്ചിൻ്റെ വാലറ്റാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു റിസീവറുടെ KYC അവിടെ ഓൾറെഡി എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പോൾ അയാളിലൂടെ നമ്മളിലോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും വളരെ ഈസിയാണ് അല്ലേ. അപ്പോൾ നമ്മൾ മാത്രം ഒരു സെൽഫ് കസ്റ്റഡി വാലറ്റ്, നമ്മൾ മാത്രം ഒരു പ്രൈവറ്റ് വാലറ്റ് ഉപയോഗിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ചുറ്റുമുള്ള ആളുകളും ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെയും നമ്മുടെ ഐഡൻറ്റിറ്റി വളരെ ഈസി ആയിട്ട് റിവീൽ ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അതോറിറ്റീസിന് നമ്മളിലോട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ നമ്മളും ഒരു പ്രൈവറ്റ് വാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അയക്കുന്ന ആളുകളും ഒരു പ്രൈവറ്റ് വാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് അയക്കുന്ന ആളുകളും ഒരു പ്രൈവറ്റ് വാലറ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലോ, എന്നാൽ നമുക്ക് അനോണിമസ് ആയിരിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്, ഇത്തരത്തിലുള്ള എല്ലാ വാലറ്റ് പ്രൊവൈഡേഴ്സും എല്ലാം നമ്മുടെ IP അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് ബൈനാൻസ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ IP അഡ്രസ്സ് കാര്യങ്ങളെല്ലാം, നമ്മുടെ ലോഗിൻ ഡീറ്റെയിൽസും നമ്മുടെ IP അഡ്രസ്സ് എല്ലാം ഇവിടെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പറയുന്ന മെറ്റാമാസ്ക് പോലുള്ള വാലറ്റ് പ്രൊവൈഡേഴ്സ്, അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള സോഫ്റ്റ്വെയർ വാലറ്റുകൾ, ഇവരെല്ലാവരും വാലറ്റിൻ്റെ നമ്മുടെ
അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫോണിലൂടെ കണക്ട് ചെയ്യുന്ന അപ്ലിക്കേഷൻസാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അപ്ലിക്കേഷൻസും വാലറ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ IP അഡ്രസ്സ് എല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ട്രസ്റ്റ് വാലറ്റ് കാര്യങ്ങളെല്ലാം അവർ IP അഡ്രസ്സ് ഒന്നും സ്റ്റോർ ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും നമുക്കറിയാം ഇതെല്ലാം ആൻഡ്രോയിഡ് ഫോണിലും iOS ഫോണിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ അപ്ലിക്കേഷൻസും നമ്മുടെ IP കാര്യങ്ങളെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് വേണം തന്നെ നമ്മൾ മനസ്സിലാക്കാം. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വാട്സാപ്പിൽ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞു പറഞ്ഞാൽ അത് നമ്മൾ അയക്കുമ്പോൾ പറയുന്നുണ്ട് അത് എല്ലാം എൻക്രിപ്റ്റഡ് ആണ്, ഇതാരും മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ. പക്ഷേ ഇതൊക്കെ ഒരു തുറന്ന സത്യമാണ്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ വാട്സാപ്പിൽ അയക്കുന്ന മെസ്സേജ് എല്ലാം വാട്സാപ്പ് പോലും നോക്കുന്നുണ്ടാവും അല്ലേ. അത് കാരണം കൊണ്ടാണ് നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ IP അഡ്രസ്സ് ട്രാക്ക് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ട്രാക്ക് ചെയ്യപ്പെടുന്നുണ്ട്. നമ്മുടെ മെസ്സേജ് കാര്യങ്ങൾ എൻക്രിപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് റിവീൽ ചെയ്യപ്പെടുന്നുണ്ട്. സോ പ്രൈവസി എന്ന് പറയുന്നത് ആക്ച്വലി ഉണ്ട് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി നമ്മുടെ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലിപ്പോൾ വാലറ്റ് യൂസ് ചെയ്താലും പ്രൈവറ്റ് വാലറ്റ് യൂസ് ചെയ്താലും ഇതെല്ലാം കംപ്ലീറ്റ്ലി അനോണിമസ് ആണ്, നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം എന്ന് ആരും ഒരിക്കലും വിചാരിക്കരുത്. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് പല ആളുകൾക്കുമുള്ള ഒരു സംശയമാണ്, അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ഇന്ത്യയിലെല്ലാം ഒരുപാട് ക്രിപ്റ്റോ ടാക്സ് ഉണ്ടല്ലോ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ട്രേഡ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന പ്രോഫിറ്റിൽ വലിയൊരു ശതമാനം നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചാൽ സാധിക്കില്ലേ എന്നുള്ളത്, ഗവൺമെൻറ് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത്തരത്തിലുള്ള എക്സ്ചേഞ്ചുകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകളൊക്കെ ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് നമ്മളെ ട്രാക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലൂടെ ട്രാക്ക് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാളും വളരെ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മളിപ്പോൾ ബൈനാൻസ് യൂസ് ചെയ്യലൊക്കെ നിർത്തിയിട്ട് GMX പോലുള്ള അല്ലെങ്കിൽ DYDX പോലുള്ള ഹൈപ്പർ ലിക്വിഡ് പോലുള്ള ഇത്തരത്തിലുള്ള ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചാൽ ഈ ട്രാൻസാക്ഷൻസ് എല്ലാം അനോണിമസ് അല്ലേ, കാരണം നമ്മൾ മെറ്റാമാസ്ക് പോലുള്ള വാലറ്റ് കണക്ട് ചെയ്തിട്ടാണ് ഇതെല്ലാം ട്രേഡ് ചെയ്യുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ഇതൊന്നും ഗവൺമെൻറ് അറിയുന്നില്ലല്ലോ എന്നുള്ള ഒരു കാര്യം പല ആളുകളും വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതും വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമ്മളിതെല്ലാം ഇത്തരത്തിലുള്ള എല്ലാ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകളിലൂടെ ട്രേഡ് ചെയ്യുമ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്നത് മെറ്റാമാസ്ക് വാലറ്റാണ് അല്ലേ. മെറ്റാമാസ്ക് വാലറ്റ് അല്ലെങ്കിൽ ട്രസ്റ്റ് വാലറ്റ് പോലുള്ള ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വാലറ്റ് ID കിട്ടിക്കഴിഞ്ഞു പറഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് ആ ഒരു വാലറ്റ് ID ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ എൻ്റെ ഈ ഒരു മെറ്റാമാസ്ക് വാലറ്റ് ഇപ്പോൾ ഒരാൾക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു വാലറ്റ് ID ഞാനിപ്പോൾ ഈ ഒരു DBank എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാലറ്റ് ID ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും ഒരു ഫ്രീ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. ഇപ്പോൾ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു വാലറ്റിനകത്ത് എത്ര ഡോളർ ഉണ്ട്, ആ ഒരു വാലറ്റിനകത്ത് ഏതൊക്കെ ടോക്കൺ ഞാൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ ഞാൻ ഏതൊക്കെ DeFi പ്ലാറ്റ്ഫോമിൽ ഞാൻ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആവേ എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ 1.5 ഇത്തേരിയം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് $2,846 ബോറോ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ഏതൊക്കെ ചെയിനുകളിൽ, അപ്പോൾ ഏതൊക്കെ ആർബിട്രത്തിൽ എത്ര ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാനിവിടെ ട്രാൻസാക്ഷൻസിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാലറ്റിലോട്ട് എവിടെ നിന്നൊക്കെ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, ഈ ഒരു വാലറ്റിൽ നിന്ന് എങ്ങോട്ടൊക്കെ ഞാൻ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ട്, സെൻഡ് ചെയ്യുന്നുണ്ട്, റിസീവ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ DeFi പ്ലാറ്റ്ഫോംസുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, അത്തരത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, നമ്മൾ ബൈനാൻസും സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകളും ഉപയോഗിക്കുന്നതിനേക്കാളും എക്സ്ട്രാ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഗവൺമെൻറ്റോ കാര്യങ്ങളിലൊന്നും ഇത്തരത്തിലുള്ളൊരു വാലറ്റിനെ ഫ്രീസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ട് അല്ലേ. ഉദാഹരണത്തിന് ബൈനാൻസിലൊക്കെയാണ് നമ്മൾ ഒരുപാട് അസറ്റ്സ്, ഡിജിറ്റൽ അസറ്റ്സ് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളൊരു അക്കൗണ്ട് നമ്മുടെ കാരണം കൊണ്ടല്ലാതെ തന്നെ ചിലപ്പോൾ ഫ്രീസ് ചെയ്യപ്പെടാനുള്ള കാരണമുണ്ട് അല്ലേ. ഇപ്പോൾ ഇമാജിൻ എൻ്റെ അക്കൗണ്ടിൽ ഞാനിപ്പോൾ ഒരു $50,000 ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു $1,000 വേറൊരാൾക്ക് അയച്ചു, അയാൾ എനിക്ക് തന്ന ബിറ്റ്കോയിൻ അഡ്രസ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരു USDT അഡ്രസ്സ് ഏതെങ്കിലും ഒരു സ്കാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ വാലറ്റുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഭാവിയിൽ അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേഷൻ വരുന്ന സമയത്ത് അത് എന്നിലോട്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിലോട്ട് വേറെ ആരെങ്കിലും ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ചെയ്തത് അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് വേറെ ഏതെങ്കിലും ഒരു ഇല്ലീഗലായിട്ടുള്ള ഫണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്കാം ഫണ്ടുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാലറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഭാവിയിൽ എന്തെങ്കിലും ഒരു
ഇൻവെസ്റ്റിഗേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് എന്നിലോട്ടും വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഞാനും ആ ഒരു ചെയിൻ ഓഫ് ട്രാൻസാക്ഷനിൽ പെട്ട കാരണം കൊണ്ട് തന്നെ ഞാൻ തെറ്റൊന്നും ചെയ്തില്ലെങ്കിലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്നിലോട്ടും വരാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ഞാൻ ഈ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും ചെറിയൊരു കാലയളവിലോട്ടെങ്കിലും എൻ്റെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് ഞാനിത് ഒരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള മെറ്റാമാസ്ക് വാലറ്റ് ഉപയോഗിക്കുന്നതിലൂടെ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള വാലറ്റ് ഉപയോഗിക്കുന്നതിലൂടെ, ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് നമ്മൾ ലോങ് ടേമിൽ ഹോൾഡ് ചെയ്യുമ്പോഴും, നമ്മൾ ക്രിപ്റ്റോ കറൻസികൾ ഹോൾഡ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മളൊരു ഹാർഡ്വെയർ വാലറ്റിലാണ് സ്റ്റോർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമുക്കത് സെക്യൂർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്നത് പോലെ നമ്മുടെ കയ്യിലുള്ള പൈസ ബിറ്റ്കോയിൻ ആക്കി കൺവേർട്ട് ചെയ്താൽ തിരിച്ച് പൈസയാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഗവൺമെൻറ്റിന് ഫ്രീസ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫ്രീസിങ്ങും കാര്യങ്ങളെല്ലാം നമ്മളൊരു ഹാർഡ്വെയർ വാലറ്റിലാണ് ഡെപ്പോസിറ്റ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ അല്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് പറ്റും. ഗവൺമെൻറ്റിന് ഫ്രീസ് ചെയ്യാൻ അത് പറ്റില്ല. നമ്മളൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലാണ് നമ്മൾ ഡിജിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഡിജിറ്റൽ അസറ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികൾ ഒരു ഹാർഡ്വെയർ വാലറ്റിൽ സ്റ്റോർ ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ, അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ വാലറ്റിൽ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് നമുക്കിത് ഒരാളുടെയും പെർമിഷൻ ഇല്ലാതെ തന്നെ മറ്റുള്ള ഒരു രാജ്യത്തോട്ട് ഈസി ആയിട്ട് റിപ്പാട്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇപ്പോൾ ഇമാജിൻ നിങ്ങൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വളരെ വലിയൊരു വെൽത്ത് ജനറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് ഒരുപാട് ടാക്സ് ഉണ്ട്. അത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്രിപ്റ്റോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടാക്സ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെയോ ഒരാളുടെയോ ഒരു പെർമിഷനും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വേറൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് നിങ്ങളൊരു സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിലല്ല നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ് ഹോൾഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ടാക്സ് കൊടുത്ത് അത് വിഡ്രോ ചെയ്ത് മറ്റുള്ള രാജ്യത്തോട്ട് റിപ്പാട്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ ഈസി ആയിട്ട് നിങ്ങൾ സെൽഫ് കസ്റ്റഡി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് നിങ്ങൾക്കൊരു ഡിവൈസിൻ്റെ പോലും സഹായം ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളുടെ ബിറ്റ്കോയിൻ കാര്യങ്ങളും ഇത്തരത്തിലുള്ള ഒരു ഹാർഡ്വെയർ വാലറ്റിലാണ് സ്റ്റോർ ചെയ്തത് എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിവൈസിൻ്റെ പോലും ആവശ്യമില്ല നിങ്ങൾക്ക് മറ്റുള്ള രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ. നിങ്ങൾക്ക് കയ്യും വീശിയിട്ട് ഈ ഒരു ഡിവൈസിനകത്തുള്ള ആ ഒരു 12 സീഡ് ഫ്രേസ് ജസ്റ്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് പോലും ഇത്തരത്തിലുള്ള അതിപ്പോൾ എത്ര കോടി രൂപയുടെ വെൽത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള രാജ്യത്തോട്ട് ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അവിടെ നിങ്ങൾ ഒരു ഗവൺമെൻറ്റിൻ്റെ അടുത്തും ഒരാളുടെ കയ്യിൽ നിന്നും ഒരു പെർമിഷൻ്റെ ആവശ്യം പോലും ഇല്ല. അപ്പോൾ ഇമാജിൻ നിങ്ങളിപ്പോൾ ഒരു കോടി രൂപ നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തു, പെട്ടെന്ന് നിങ്ങൾക്ക് വേറൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോക്ക് കാര്യങ്ങളെല്ലാം സെല്ല് ചെയ്ത് ടാക്സ് ഒക്കെ കൊടുത്ത് ആ ഒരു പൈസ നിങ്ങൾക്ക് മറ്റുള്ള രാജ്യത്തോട്ട് സെൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെയും ഒരുപാട് റെഗുലേഷൻ ഉണ്ട് അല്ലേ. ഇമാജിൻ നിങ്ങളുടെ മൊത്തം അസറ്റും നിങ്ങളുടെ മൊത്തം വെൽത്തും ഗോൾഡിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മൊത്തം ഗോൾഡും ലിക്വിഡേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ഗോൾഡ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് ആണ് എന്നുണ്ടെങ്കിലും വേറെ ഏതൊരു അസറ്റാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് മറ്റുള്ളൊരു രാജ്യത്തോട്ട് റിപ്പാട്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ പെർമിഷനും കാര്യങ്ങളും ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഡിജിറ്റൽ അസറ്റ് അതിപ്പോൾ എത്ര കോടി രൂപയുടെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ സെൽഫ് കസ്റ്റഡി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരാളുടെ പോലും പെർമിഷൻ ഇല്ലാതെ നിങ്ങൾക്ക് വേറെ രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല പറയുന്നത്. നിങ്ങളുടെ രാജ്യത്ത് ടാക്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടെ തന്നെ സെറ്റിൽ ആവാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വഴി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഹാർഡ്വെയർ വാലറ്റിൽ സെൽഫ് കസ്റ്റഡി ചെയ്യുന്നുണ്ടെങ്കിൽ ആരോടും പെർമിഷൻ ചോദിക്കാതെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളൊരു രാജ്യത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യാം. അവിടെ ആരും നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഹാർഡ്വെയർ വാലറ്റിൽ ക്രിപ്റ്റോ സ്റ്റോർ ചെയ്യുക, അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, എങ്ങനെ അതിലോട്ട് സെൻഡ് ചെയ്യാം, ഹാർഡ്വെയർ വാലറ്റിൽ നിന്ന് വേറെ വാലറ്റിലോട്ട് എങ്ങനെ സെൻഡ് ചെയ്യാം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ വീഡിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആളുകൾക്ക് യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ സമ്മറൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളൊക്കെ ഉപയോഗിച്ച് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, നമ്മൾ എന്തെങ്കിലും വറീഡ് ആവേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഒരിക്കലും വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മോശം കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം അനോണിമസ് ആണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണ കൊണ്ട് എന്തും നമുക്ക് ചെയ്യാം എന്ന് നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇത്തരത്തിൽ മോണിറ്റർ ചെയ്യാനും ട്രാക്ക് ചെയ്യാനും എല്ലാം വളരെ ഈസിയാണ് എന്നുള്ള കാര്യം എപ്പോഴും മൈൻഡിൽ ഉണ്ടാവുക. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവായി എന്ന് വിശ്വസിക്കുന്നു. ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഈ ഒരു അക്കൗണ്ട് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.